റാപ്പർ വേടനിൽ നിന്ന് വനം വകുപ്പ് പിടികൂടിയത് പുലിപ്പല്ല് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ ഏപ്രിലിൽ കഞ്ചാവ് കേസിൽ പിടികൂടിയപ്പോഴായിരുന്നു റാപ്പർ വേടനിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയത്. വേടന്റെ മാലയിൽ കോർത്തത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്ന് വനംവകുപ്പ് അന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പുലിപ്പല്ല് തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഇന്ത്യയിൽ പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നതും വിദേശത്തു നിന്നും കൊണ്ടുവരുന്നതും കുറ്റകരമാണ്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയപ്പോൾ മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പടി എന്ന ആരാധകനാണ് പുലിപ്പല്ല് തനിക്ക് തന്നതെന്നായിരുന്നു വേടൻ്റെ മൊഴി. ആദ്യം തായ്ലൻഡിൽ നിന്നും എത്തിച്ച പുലിപ്പല്ലാണെന്നും മൊഴി നൽകിയിരുന്നു. ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പടി UK-യിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയെന്നാണ് വിവരം. മീഡിയ 1 കൊച്ചി.